ഷോവിനെ കാണാൻ ആളുകൾ, വീട്ടുകാർ, നാട്ടുകാർ ഒക്കെ ഒഴുകിയെത്തുകയാണ്. കൊച്ചുകുട്ടികളുമായി പ്രായമായ ആളുകൾ ഇവിടെ അല്ലാതെ എത്തുന്നു. അവർക്ക് ഈ ശാരീരിക അവശതയുള്ള ആളുകൾ പോലും ഇവിടേക്ക് എല്ലാം മാറ്റിവെച്ച് ഈ കുട്ടിക്ക് യാത്രയയപ്പ് നൽകാൻ, യാത്രാമൊഴി നൽകാൻ ആളുകൾ ഇവിടെ എത്തുകയാണ്. എല്ലാവരുടെയും വേദന, ഈ നാടിൻ്റെ ഒന്നടങ്കം വേദനയായി ഇത് മാറിക്കഴിഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതുപോലെ അവൻ കേരളത്തിൻ്റെ മകനായി അവൻ മാറിക്കഴിഞ്ഞു. പക്ഷേ ആ മകൻ ഇന്ന് നാളെയും നമ്മോടൊപ്പം ഉണ്ടാകേണ്ടിയിരുന്ന മകനാണ്. അതിനെ വളരാൻ എന്തൊക്കെയോ തടസ്സങ്ങൾ ഉണ്ടായിരിക്കുന്നു. ആരുടെയൊക്കെയോ ചെറിയ വീഴ്ചകൾ തടസ്സം ആയി മാറിയിരിക്കുന്നു. ഒരുപക്ഷെ ഇനി ഇവിടെ ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള സൂക്ഷ്മത, കരുതൽ അധികാരികളുടെ ഭാഗത്തുണ്ടായേക്കാം. ഇന്ന് തന്നെ ഈ സ്കൂളിലേക്കുള്ള ഈ കറണ്ട് കമ്പികൾ ഒരുപക്ഷെ ഇന്ന് തന്നെ അവിടെ നിന്ന് മാറ്റിയേക്കാം, അല്ലെങ്കിൽ അത് കറണ്ട് കടന്നു പോകാത്ത തരത്തിലേക്ക് മാറ്റിയേക്കാം. അത്തരം വീഴ്ചകൾ പരിഹരിക്കപ്പെട്ടേക്കാം. പക്ഷേ എപ്പോഴും നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്നത്, നമ്മൾ അനുഭവിക്കുന്നത്, ഓരോ അപകടമുണ്ടാകുമ്പോഴും വലിയ ശ്രദ്ധ, വലിയ സൂക്ഷ്മത ഉണ്ടാകുന്നു. പിന്നീട് വീണ്ടും പഴയതിലും മോശമാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ജാഗ്രതയാണ് പലപ്പോഴും ഇല്ലാതെ പോകുന്നത്. അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രദ്ധ ഉണ്ടാകുമ്പോഴും അത് അപകടങ്ങൾ ഉണ്ടാകാതിരിക്കുന്ന ജാഗ്രത കൂടി ഈ ബന്ധപ്പെട്ടവർ, അധികാരികളൊക്കെ പുലർത്തിയിരുന്നുവെങ്കിൽ മിഥുൻ എന്ന ഈ ഒരു 13 വയസ്സുകാരന് ഇത്തരമൊരു അന്ത്യമുണ്ടാകുമായിരുന്നില്ല. ഇനിയും അവൻ ഈ സ്കൂൾ മുറ്റത്ത് ഓടിക്കളിച്ചേനെ, ഇനിയും അവൻ ഈ ക്ലാസ് മുറികളിൽ ബഹളമുണ്ടാക്കിയേനെ, ഇനിയും അവൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി അവൻ എല്ലാ കാര്യങ്ങൾക്കും മുന്നിട്ടിറങ്ങിയേനെ. പക്ഷേ എവിടെയൊക്കെയോ ചില വീഴ്ചകൾ, ആരുടെയൊക്കെയോ ചില ബോധപൂർവമല്ലാതെയുള്ള വീഴ്ചകൾ ഉണ്ടാകാം. ആ വീഴ്ചയ്ക്ക് നൽകേണ്ടി വന്ന വിലയാണ് മിഥുൻ എന്ന മിടുക്കനായ ഒരു വിദ്യാർത്ഥിയുടെ ഒരു ജീവൻ. അവനൊരു കുടുംബത്തിന്റെ പ്രതീക്ഷയായിരുന്നവരാണ്. തീർത്തും നിർധനമായൊരു കുടുംബം, മക്കളെ പോറ്റി വളർത്താൻ നാട് വിട്ടുപോയി മറ്റൊരു നാട്ടിൽ വീട്ടുജോലി ചെയ്യേണ്ടി വന്ന ഒരു അമ്മ, കൂലിവേല ചെയ്യുന്ന ഒരു അച്ഛൻ, അവൻ വളർന്നു വലുതായി വീട് വയ്ക്കാൻ കാത്തിരിക്കുന്ന അവന്റെ സഹോദരൻ, അനുജൻ, അങ്ങനെ ഒരു കുടുംബത്തിന്റെ, ഒരു നാടിന്റെ ഒക്കെ പ്രതീക്ഷയെ മാറേണ്ടിയിരുന്ന ഒരു ബാല്യമാണ് ഇത്തരത്തിൽ ആരുടെയൊക്കെയോ അനാസ്ഥയുടെ ഫലമായി പാതി വഴിയിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നത്. അത് അക്ഷരാർത്ഥത്തിൽ ഉള്ളൊരുകുന്ന കാര്യമാണ്. അക്ഷരാർത്ഥത്തിൽ ആരെയും വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇനിയും അവനിൽ നിന്ന് ഒരുപാട് ഈ നാടിന് കിട്ടേണ്ടിയിരുന്നു, അവൻ്റെ കുടുംബത്തിന് കിട്ടേണ്ടിയിരുന്നു. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. കൂട്ടുകാർക്ക് വേണ്ടി എന്തിനും മുന്നിട്ടിറങ്ങുന്ന മനസ്സുള്ള സമയമാണ് ഈ ബാല്യവും കൗമാരവും. ആ കൗമാരത്തിന്റെ തുടക്കത്തിലായിരുന്നു അവൻ ഇനിയും ഒരുപാട് കൂട്ടുകാർക്ക്, ഒരുപാട് ആളുകൾക്ക് സഹായം ചെയ്യേണ്ടിരുന്ന മനസ്സായിരുന്നു. അല്ലെങ്കിൽ ഒരുപക്ഷെ അവന് വേണ്ടിയുള്ള ഒരു അപകടമായിരുന്നില്ല ഇത്. അവൻ ആ അപകടം ക്ഷണിച്ചു വരുത്തിയത്, ആ അപകടത്തിലേക്ക് എടുത്തു ചാടിയത് തന്റെ കൂട്ടുകാരന് വേണ്ടിയായിരുന്നു. പക്ഷെ ആ കൂട്ടുകാരനെ പോലും മാസങ്ങളുടെ മാത്രം പരിചയമുള്ളതാകാം മിഥുനെ. അവൻ ഈ 8ാം ക്ലാസ്സിലേക്ക് മാത്രമാണ് ഇവിടേക്ക് എത്തിയത്. അങ്ങനെ വരുമ്പോൾ വർഷങ്ങൾ പരിചയമുള്ളൊരു കൂട്ടുകാരൻ പോലും ആയിരുന്നിരിക്കില്ല. അങ്ങനെ ഒരു കൂട്ടുകാരന് വേണ്ടി എല്ലാം മറന്നവൻ ഇത്തരമൊരു അപകടം ക്ഷണിച്ചു വരുന്ന തരത്തിലേക്ക് ഇങ്ങനെ അവൻ ഒരു റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറായെങ്കിൽ അവന്റെ മനസ്സ്, സഹായിക്കാനുള്ള മനസ്സ്, ഒരുപക്ഷെ അത് പലർക്കും അത് എടുത്തിയാട്ടം തോന്നാം. പക്ഷെ എടുത്തുകാട്ടത്തിനപ്പുറത്തേക്ക് ഈ പ്രായം കടന്നു വരുന്ന ഓരോരുത്തരും മനസ്സിലാക്കും അത് കൂട്ടുകാരോടുള്ള ഇഷ്ടമാണ്, കൂട്ടുകാരോടുള്ള മറ്റൊന്നും നോക്കാതെയുള്ള മനസ്സിന്റെ ധൈര്യമാണ്. കൂട്ടുകാർക്ക് വേണ്ടി എന്തിനും മുന്നിട്ടിറങ്ങുന്ന സ്വഭാവം ഉണ്ടായിരിക്കണം ഇതിന്. ഒരുപക്ഷെ നമ്മൾ ഇപ്പോൾ കേട്ടത് ഈ ഒരു അപകടം സംഭവിച്ചപ്പോൾ അങ്ങനെ ഒരു കഥ കേട്ടതായിരിക്കാം. അതിനു മുമ്പും അവർ ഇത്തരത്തിൽ പല കാര്യങ്ങളും ചെയ്തേക്കാം. കൂട്ടുകാർക്ക് വേണ്ടി, വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി എന്തിനും തയ്യാറാകുന്ന ഒരു മനസ്സായിരിക്കണം മിഥുൻ എന്ന കുട്ടിക്ക്. പക്ഷേ അത് അവന്റെ ജീവൻ തന്നെ അതിന് വില കൊടുക്കേണ്ടി വന്നു. അവന്റെ കുടുംബത്തിന്റെ ആശ്രയമായി അവൻ വളർന്നു വന്നവനാണ്. അവൻ ഒരുപാട് സ്വപ്നങ്ങൾ, നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ അവന്റെ വീട്ടിലെ ചിത്രങ്ങൾ, അവന്റെ വീടെന്ന സ്വപ്നം, അതെല്ലാം അവന് പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. ആർക്കും അവന് വീട് വെച്ച് കൊടുക്കാൻ, അവന്റെ വീട്ടുകാർക്ക് ഇനി സുഖമായി ഉറങ്ങാൻ വീട് വെച്ച് കൊടുക്കാൻ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നു. പക്ഷേ അവിടെ ആ മിഥുൻ ഉണ്ടാകില്ല. മിഥുൻ എന്ന അവന്റെ അഭാവം, അവന്റെ അസാന്നിധ്യം ഈ വീട്ടുകാരുടെ ജീവിത നാൾ മുഴുവൻ അവർ ജീവിതാവസാനം വരെ അവരെ വേട്ടയാടും. ആ ദുഃഖം അവർക്ക് മാറ്റാൻ കഴിയില്ല. അവന്റെ കൂട്ടുകാർ, അവന്റെ ദുരന്തത്തിന് സാക്ഷിയായ കൂട്ടുകാരുടെ വേദന, അവരുടെ മനസ്സിന്റെ വിങ്ങൽ ഒരിക്കലും മാറില്ല. അത് കുഞ്ഞു മനസ്സുകളിൽ ഉണ്ടാക്കുന്ന ആഘാതം, അത് മാറുക എളുപ്പമല്ല. അത്തരത്തിൽ അവർക്കൊപ്പം കൂടിയാണ് ഇനി ഈ സ്കൂളും സംവിധാനങ്ങളും സർക്കാരും ഒക്കെ നിൽക്കേണ്ടത്. മിഥുന്റെ കുടുംബത്തിനൊപ്പം നിൽക്കുമ്പോൾ തന്നെ ഈ കുട്ടികൾക്കൊപ്പം കൂടി അവരുടെ മനസ്സിന്റെ വിങ്ങൽ മാറ്റാൻ കൂടി, അവരുടെ മനസ്സിന്റെ ആഘാതം മാറ്റാൻ കൂടി സംവിധാനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും ഒരു സമീപകാലത്തൊന്നും ഇത്തരത്തിലൊരു കുട്ടിയുടെ മരണം നാട് ഈ വിധം ഏറ്റെടുത്തിട്ടില്ല, ഈ വേദന ഈ വിധം ഏറ്റെടുത്തിട്ടില്ല. നമ്മൾ പലപ്പോഴും പ്രധാനപ്പെട്ട നേതാക്കളെയും അത്തരത്തിലുള്ള താരപരിവേഷമുള്ളവരുടെയും ഒക്കെ വിലാപയാത്രകളാണ് ഇത്തരത്തിൽ ജനങ്ങൾ
വഴിയിൽ തിങ്ങി നിറഞ്ഞു നിന്ന് വാഹനം കടന്നു പോകാൻ പോലും കഴിയാത്ത തരത്തിൽ കാത്തുനിന്ന് യാത്രയയപ്പ് നൽകുന്നത്. അത്തരമൊരു യാത്രയയപ്പാണ് ഈ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രി മുതൽ തേവലക്കര ഹൈസ്കൂൾ വരെയുള്ള യാത്രയിൽ മിഥുന് നാട്ടുകാർ നൽകിയത്. ഇപ്പോഴും അക്ഷരാർത്ഥത്തിൽ ഇവിടെ ജനം തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. അവർ ഇപ്പോഴും അവനെ കാണാൻ തിക്കിത്തിരക്കുകയാണ്. വലിയ തിരക്ക് സ്കൂളിന്റെ മുറ്റത്ത്, വളരെ ചെറിയ മുറ്റത്ത്, മിഥുനെ പോലുള്ള നിരവധി കുട്ടികൾ ഓടിക്കളിച്ച ഈ മുറ്റത്ത് ഇപ്പോൾ അവരുടെ സന്തോഷങ്ങളും കലവിലകളും നിറഞ്ഞ ഈ മുറ്റത്ത് ഇപ്പോൾ കണ്ണീരിന്റെ കരച്ചിലിന്റെ ശബ്ദവും ഭാവവുമാണ്. ഓരോ മുഖത്തും എന്തെന്നില്ലാത്ത നഷ്ടബോധത്തിന്റെ ചിത്രങ്ങളാണ് നമുക്ക് കാണാനാകുന്നത്. മിഥുനെ അക്ഷരാർത്ഥത്തിൽ നെഞ്ചുപൊട്ടി യാത്രയയപ്പ് നൽകുകയാണ് ഈ തേവരക്കര എന്ന ഗ്രാമവും കേരളം ഒന്നടങ്കവും. പ്രത്യേകിച്ച് അവന്റെ കൂട്ടുകാരും അവന്റെ കുടുംബാംഗങ്ങളും എങ്ങനെ ആ വീട്ടുകാരെ ആശ്വസിപ്പിക്കുമെന്ന് ആർക്കും അറിയാത്ത സാഹചര്യമുണ്ട്. എങ്ങനെ മകനെ നല്ല നിലയിൽ വളർത്താൻ വീട് വിട്ടു പോകേണ്ടി വന്ന, നാട് വിട്ടു പോകേണ്ടി വന്നൊരു അമ്മയുണ്ട്. ആ അമ്മയാണെന്ന് ഒരിക്കലും ആഗ്രഹിക്കാത്തൊരു സാഹചര്യത്തിലേക്ക് ഇന്ന് നെടുമ്പാശ്ശേരിയിൽ പറന്നിറങ്ങിയത്. ആ അച്ഛൻ കുരുവേല ചെയ്ത് മകനെ പോറ്റുന്ന അച്ഛൻ, അവന്റെ അനുജൻ, അങ്ങനെ ഓരോരുത്തരുടെയും ദുഃഖം നമ്മൾ അക്ഷരാർത്ഥത്തിൽ നെഞ്ചുരുക്കുന്ന, കണ്ണു നിറയ്ക്കുന്ന ഒരു അതിവൈകാരികമായ രംഗങ്ങളിലൂടെയാണ് തേവലക്കര ഗ്രാമവും ഒരുപക്ഷെ കേരളം ഒന്നടങ്കവും ഈ വാർത്ത കാണുന്ന ഈ നാട് ഒന്നടങ്കവും കടന്നു പോകുന്നത്. അവനെ യാത്രയാക്കാൻ ജനപ്രതിനിധികൾ എത്തുന്നു, നേതാക്കൾ എത്തുന്നു. ഈ സ്ഥലം MLA വിഷ്ണുനാഥ് അടക്കമുള്ളവർ ഇവിടേക്ക് എത്തുകയാണ്. അവർക്ക് ഓരോരുത്തർക്കും അവരുടെ സ്വകാര്യ ദുഃഖമായി മിഥുൻ മാറിക്കഴിഞ്ഞു. ഓരോരുത്തർക്കും അവർക്ക് ഒരു തരത്തിലും മറക്കാൻ കഴിയാത്ത വിഷമമായി മിഥുൻ മാറിക്കഴിഞ്ഞു. എല്ലാവർക്കും ഇതിൽ കുറ്റബോധമുണ്ടാകാം, എല്ലാവർക്കും ഇതിൽ ഒരു വിഷമം ഉണ്ടായേക്കാം. ഞങ്ങൾ എല്ലാവരും നോക്കേണ്ട കാര്യമായിരുന്നല്ലോ, എന്തുകൊണ്ട് ഇതിനു മുമ്പ് ആരും ശ്രദ്ധിച്ചില്ല? നമുക്ക് ഈ റോഡിലൂടെ നടന്നു പോകുമ്പോൾ തന്നെ കാണാൻ കഴിയുന്ന കാര്യമാണ്. ഈ ഷെഡിന് മുകളിലൂടെ ഈ കുട്ടികളുടെ ക്ലാസ്സിന് സമീപത്തോടുകൂടി ഇത്തരമൊരു വൈദ്യുതി ലൈൻ കടന്നു പോകുന്നത്. ആ കടന്നു പോകുന്നത് എന്തുകൊണ്ട് ഇതുവരെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ പോയി? എന്തുകൊണ്ട് ഇത് മാറ്റാൻ സ്കൂൾ അധികൃതരൊക്കെ ഇത് മാറ്റാൻ നിർദ്ദേശം നൽകിയെന്ന് പറയുമ്പോഴും എന്തുകൊണ്ട് അത് മാറ്റുന്നത് വരെ അവർ സമ്മർദ്ദം ചെലുത്തി? എന്തെല്ലാം കാര്യങ്ങൾക്ക് ശക്തമായ പ്രതിഷേധങ്ങൾ ഉയരുന്ന നാടാണിത്. എന്തുകൊണ്ട് വിദ്യാർത്ഥി സംഘടനകൾ ഇത് കണ്ടില്ല? എന്തുകൊണ്ട് ജനപ്രതിനിധികൾ ഇത് കണ്ടില്ല എന്ന ചോദ്യമൊക്കെ ഇനിയും ഉയർന്നു വരും. ഇത് ഒരു സ്കൂളിന്റെ മാത്രം അനുഭവമാകില്ല. ഒരുപക്ഷെ അപകടങ്ങളില്ലാത്തിടത്തോളം അത് കേവലം ഒരു കറണ്ട് കമ്പി, മുകളിലൂടെ കടന്നു പോകുന്ന കറണ്ട് കമ്പിയായി മാത്രം കാണാം. പക്ഷേ ആ ഒരു കുട്ടി അവന്റെ എല്ലാ ഈ കൗമാരത്തിന്റെ എല്ലാ കുതൂഹലങ്ങളും കൊണ്ട് സ്വാഭാവികമായി അവൻ എല്ലായിടത്തും എത്തിക്കയറാൻ ശ്രമിക്കും, എല്ലായിടത്തും ഓടിയെത്താൻ, ചാടിക്കയറാൻ ശ്രമിക്കും. അത്തരമൊരു ആ ഒരു കൗതുകം തന്നെയാകാം, അല്ലെങ്കിൽ മനസ്സിന് ധൈര്യം തന്നെയാകാം ഈ മിഥുന് ജീവൻ നഷ്ടപ്പെട്ടത്. ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇനിയും പലയിടത്തും പതുങ്ങിയിരിപ്പുണ്ടാകാം, ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇനിയും പലയിടത്തും ഒളിഞ്ഞിരിപ്പുണ്ടാകാം. അതൊക്കെ കണ്ടുപിടിക്കണം, അതൊക്കെ മാറ്റണം. കുട്ടികളെ സ്കൂളിലേക്ക് രക്ഷാകർത്താക്കൾ അയക്കുന്നത് പൂർണ്ണ വിശ്വാസം, ആ സ്കൂളിനെ വിശ്വസിച്ചുകൊണ്ടാണ്. തങ്ങളുടെ കുട്ടി ആ പഠന മണിക്കൂറുകളിൽ സുരക്ഷിതരായിരിക്കും. വീട്ടിൽ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പോകാൻ കഴിയാത്തവരുണ്ടാകാം. അങ്ങനെ ആ മണിക്കൂറുകൾ കൂടി കുട്ടി സ്കൂളിലിരുന്നാൽ അവർ പൂർണ്ണ സുരക്ഷിതരായിരിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് ഓരോരുത്തരും ഇവിടെ കുട്ടികളെ സ്കൂളുകളിലേക്ക് അയക്കുന്നത്. പക്ഷേ അവിടെ അതിന് വിരുദ്ധമായ ഒരു ആ വിശ്വാസം ഇടകുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും ആളുകൾ തിക്കിത്തിരക്കുന്ന നമുക്ക് ദൃശ്യങ്ങളിൽ ഉണ്ട്. കൂടുതൽ ആളുകൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി വലിയ നിരയായി ഇത് മാറുകയാണ്. ഓരോ നിമിഷവും മിഥുനെ കാണാനുള്ള തിരക്ക്, ക്യൂ ഈ റോഡിന് രണ്ട് വശത്തേക്കും വലിയ രീതിയിലുള്ള ക്യൂ ആയി മാറുകയാണ്. ഇപ്പോഴും എത്ര സമയം, 2 മണിക്കൂറാണ് ഇവിടെ നേരത്തെ പൊതുദർശനത്തിന് സമയം അനുവദിച്ചിരുന്നത്. പക്ഷേ അതുകൊണ്ടും തീരുമെന്ന് തോന്നുന്നില്ല. അത്രയധികം ആളുകൾ ഇവിടേക്ക് ഇപ്പോഴും കാത്തു നിൽക്കുകയാണ്. സ്കൂളിനുള്ളിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ആളുകൾക്കപ്പുറത്തേക്ക് കൂടുതൽ ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തുകയാണ്. കുട്ടികളുണ്ട്, പ്രായമായവരുണ്ട്. എല്ലാവരും മിഥുനെന്ന ഈ നാടിന്റെ സങ്കടത്തെ, നാടിന്റെ ദുഃഖത്തെ, നാടിന്റെ നഷ്ടത്തെ അവസാനമായി ഒന്ന് കാണാൻ, അവന് ഒരുപിടി പുഷ്പങ്ങൾ അർപ്പിക്കാൻ ഇവിടെ അക്ഷരാർത്ഥത്തിൽ ആളുകൾ ഒഴുകിയെത്തുകയാണ്. അഭിലാഷ്, കൊല്ലം തേവലക്കര സ്കൂളിലേക്ക് ഇപ്പോഴും അണമുറിയാത്ത ആൾപ്രവാഹമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആരും ആരെയും നിയന്ത്രിക്കുന്നില്ല. എല്ലാവരും സ്വയം സംയമനം പാലിച്ചുകൊണ്ട് ക്യൂവായി വരിയായി നിന്നുകൊണ്ട് എത്തുന്നു എന്നതാണ്. അവിടെ ഒരു നോക്ക് കാണാൻ, മിഥുനെ ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തുന്നവരുടെ ഒരു പ്രവാഹം ആണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഇന്നലെ വരെ കളിച്ചിരികൾ മാത്രം നിറഞ്ഞു നിന്നിരുന്ന ഒരു സ്കൂൾ അങ്കണം, കുട്ടികളുടെ പൊട്ടിച്ചിരികൾ, അവരുടെ കളിച്ചിരികൾ, തമാശകൾ, ആർപ്പുവിളികൾ, അങ്ങനെയൊക്കെ ആയിരുന്നു തേവലക്കരയിലെ സ്കൂൾ അങ്കണം എങ്കിൽ ഇന്ന് അതല്ല കാഴ്ച. മൊത്തം സങ്കടക്കടലായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അത്രമേൽ ദുഃഖത്തോടു കൂടി മാത്രമേ
ആ സ്കൂളിലേക്ക് ഇന്ന് ഓരോരുത്തർക്കും എത്താൻ പറ്റുന്നുള്ളൂ. ആർക്കും ആരെയും നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിലുള്ള സങ്കട കണ്ണീർ കാഴ്ചയാണ് അവിടെ ഉള്ളത്. അത്രമേൽ ശോകമൂകമാകുന്ന ഒരു സാഹചര്യം, കണ്ണീർ കാഴ്ച മാത്രം കാണുന്ന സാഹചര്യം, പരസ്പരം എന്തു പറയണം, എങ്ങനെ ആശ്വസിപ്പിക്കണം എന്നറിയാൻ പറ്റാത്ത ഒരു ആൾക്കൂട്ടത്തിനെ നമുക്ക് കാണാൻ സാധിക്കുന്നു. കൈക്കുഞ്ഞുങ്ങളുമായി എത്തുന്ന അമ്മമാരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വലിയ പ്രായം ചെന്നിട്ടും അവശതകൾ ഉള്ള ആളുകൾ പോലും ഒരു നോക്ക് മിഥുനെ കാണാനായി എത്തുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആ സ്കൂൾ അങ്കണം എന്നത് ജനസാഗരമായി മാറുന്നുവെങ്കിൽ സ്കൂളിൻ്റെ പ്രധാന കവാടത്തിന് പുറത്ത് ആളുകൾ ക്യൂവായി ഇപ്പോൾ മൃതദേഹം ഒരു നോക്ക് കാണുവാനായി എത്തിക്കൊണ്ടേ ഇരിക്കുന്നു. 12 മണിവരെ സ്കൂളിൽ പൊതുദർശനം എന്നതായിരുന്നു നേരത്തെ നിശ്ചയിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ ഏതാണ്ട് 12 മണിയോടുകൂടി മാത്രമാണ് ആ പൊതുദർശനം ആരംഭിക്കാൻ പോലും കഴിഞ്ഞിട്ടുള്ളൂ. അത്രമേൽ വലിയ ആൾക്കൂട്ടം അവിടേക്ക് എത്തുന്നു. നേരത്തെ ആശുപത്രി മോർച്ചറിയിൽ നിന്ന് മൃതദേഹം ആംബുലൻസിൽ പ്രവേശിപ്പിച്ചപ്പോൾ മുതൽ ഈ സ്കൂളിലേക്കുള്ള യാത്രയിൽ എല്ലാം ആളുകൾ തിങ്ങി നിറഞ്ഞിരുന്നു. റോഡിൻ്റെ ഇരുഭാഗങ്ങളിലുമൊക്കെയായി ആളുകൾ മിഥുനെ ഒരു നോക്ക് കാണാനായി തമ്പടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മൃതദേഹവുമായി ആംബുലൻസിന് വളരെ സാവധാനം മാത്രമേ സ്കൂളിലേക്ക് എത്താൻ സാധിച്ചുള്ളൂ. അപ്പോഴേക്കും സ്കൂളിൽ മിഥുനെ കാത്ത് നിരവധിയായ ആളുകൾ എത്തിയിരുന്നു. അതിൽ മിഥുനോടൊപ്പം പഠിച്ച കൂട്ടുകാരുണ്ട്, ഒരേ ക്ലാസ് മുറിയിൽ സമയം ചെലവഴിച്ചവർ ഉണ്ട്, കളിച്ചും ചിരിച്ചും വളർന്നവർ ഉണ്ട്, തോളോട് തോൾ ചേർന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ സ്കൂളിൻ്റെ വരാന്തയിലൂടെ, ആ സ്കൂളിൻ്റെ അങ്കണത്തിലൂടെ ഒക്കെ മിഥുൻ സുഹൃത്തുക്കളോടൊപ്പം കളിച്ചിരിയുമായി നടന്നിരുന്നതാണ്. ഒരുമിച്ച് പഠിച്ചിരുന്നവർ ആണ്. ഫുട്ബോൾ പ്രേമിയായിരുന്നു മിഥുൻ്റെ അനുജനെയും ഒക്കെ നമുക്ക് കാണാം. ജേഴ്സി പല രാജ്യങ്ങളുടെ ജേഴ്സിയൊക്കെ അണിഞ്ഞാണ് ഫ്രീ ടൈമിലെല്ലാം ഈ സ്കൂളിൻ്റെ പരിസരത്തുള്ള കളിക്കളത്തിൽ ഒക്കെ എത്തിയിരുന്നത്. ബാഡ്മിൻ്റൺ കളിക്കാനും ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു മിഥുൻ. അങ്ങനെ കൂട്ടുകാരോടൊപ്പം സമയം ചെലവഴിച്ചിരുന്നു. ഇന്ന് ഈ അവധി ദിനത്തിൽ ഉറപ്പായും മിഥുൻ ഈ കൂട്ടുകാരോടൊപ്പം കളിക്കളത്തിൽ ഉണ്ടാകേണ്ടിയിരുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ കൂട്ടുകാരോടൊപ്പം എപ്പോഴും കളിചിരികളുമായി നടന്ന മിഥുൻ ആണ് ചേതനയറ്റ ശരീരമായി ഇപ്പോൾ ആ സ്കൂളിലേക്ക് എത്തിയിട്ടുള്ളത്. അവിടെ പൊതുദർശനം